SRK ഷാറൂഖ് ഖാനെ നായകനാക്കി ബോളിവുഡിലെ ഡ്രീം ഡയറക്ടർ എന്ന് വെച്ചാൽ എല്ലാ ആക്ടേഴ്സും ഇദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് അത്രക്കും ആഗ്രഹിക്കുന്നു. ആ ഒരു ആൾ രാജ്കുമാർ ഹിരാനി. അദ്ദേഹം സംവിധാനം ചെയ്ത പടമാണ് ഡുങ്കി. ഡുങ്കി എന്ന് പറഞ്ഞാൽ ഡോങ്കി ഫ്ലൈറ്റ്, അതിൻ്റെ ഷോർട്ട് ഫോമായിട്ടാണ് ഡുങ്കി എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലീഗലായിട്ട് ഇമിഗ്രൻ്റ് ആയിട്ട് ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തിലേക്ക് കടക്കുന്ന ആൾക്കാർ. ഈ 10 അമേരിക്ക വഴി പണ്ടത്തെ കാലത്ത് ഗൾഫിൽ പോയ പോലെ ഇമിഗ്രൻസ് മെല്ലെ നുഴഞ്ഞു കയറി വേറെ രാജ്യത്തിൽ പോയിട്ട് അവിടെ സ്ഥിരതാമസമാക്കാൻ വേണ്ടി ശ്രമിക്കുക. നേരായ വഴി കൂടെ വിസയോ വേറെ കാര്യങ്ങളൊന്നും കിട്ടാത്ത ആൾക്കാർ കരമാർഗം അല്ലെങ്കിൽ ജലമാർഗം ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തിലേക്ക് പോകുന്ന പരിപാടി, ഇല്ലീഗൽ ഇമിഗ്രേഷൻ, അത് പോർട്രേ ചെയ്യുന്ന പടമാണ് ഡുങ്കി. രാജ്കുമാർ ഹിരാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രക്കും നല്ല രീതിയിൽ പടങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു ബോളിവുഡ് ഡയറക്ടർ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പടത്തിൽ ആക്ഷൻ ഉണ്ടാവും, സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാവും, കോമഡി ഉണ്ടാവും, റൊമാൻസ് ഉണ്ടാവും, ഇമോഷണൽ സീൻസൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹാർട്ടിൽ ഇങ്ങനെ ടച്ച് ചെയ്യണ പോലെ ആയിരിക്കും. അത്രക്കും പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ കഴിയുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ ദ ബെസ്റ്റ് ഡയറക്ടർ ഇൻ ബോളിവുഡ് എന്ന് തന്നെ പറയാം രാജ്കുമാർ ഹിരാനി. അങ്ങനെ അറിഞ്ഞ പറഞ്ഞ പടമൊന്നും ചെയ്യില്ല. 3 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 4 വർഷം കൂടുമ്പോൾ അത്രയ്ക്കാണ് അദ്ദേഹം പടം ചെയ്യുള്ളൂ. അദ്ദേഹത്തിൻ്റെ പടങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുക അദ്ദേഹം തന്നെ ആയിരിക്കും. രാജ്കുമാർ ഹിരാനി ഫിലിംസ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു പടത്തിന് പ്രത്യേകത രാജ്കുമാർ ഹിരാനി ഫിലിംസിൻ്റെ കൂടെ റെഡ് ചില്ലീസ് എൻ്റർടൈൻമെൻറ്റ്, അതായത് ഗൗരി ഖാനും കൂടെ ചേർന്നിട്ടാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് വലിയൊരു പനോരമയിലാണ് ഈ പടം വന്നിട്ടുള്ളത്. ഷാറൂഖ് ഖാനെ പോലുള്ള, അതായത് കിങ് ഖാനെ വെച്ചിട്ട് നായകനായിട്ട് ഈ പടം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് വലിയൊരു കാര്യം. കിങ് ഖാനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല പ്രത്യേകിച്ച്. കാരണം ഏജിനെ തോൽപ്പിക്കുന്ന പ്രതിഭാസം. ഇതിനകത്ത് അദ്ദേഹം 3 ഗെറ്റപ്പിൽ വരുന്നുണ്ട്. ഒന്നൊരു 25-30 വയസ്സുള്ള ഒരാൾ, ഒരു സോൾജർ. രണ്ടാമത്തത് അതിനുശേഷം ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് ഒരു 40s-ലുള്ള ഒരു 35-40s-ലുള്ള ഒരു ക്യാരക്ടർ. പിന്നെ ഫൈനലി ഒരു 60s-70s-ലുള്ള ഒരു ക്യാരക്ടർ. അങ്ങനെ 3 ഗെറ്റപ്പിൽ അദ്ദേഹം വരുന്നുണ്ട്. ഇതിൽ യങ്ങായിട്ടുള്ള ഷാറൂഖ് ഖാനെ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കും ഇഷ്ടം തോന്നും. തീരെ ഏജ് തോന്നാത്ത രീതിയിൽ തന്നെ അദ്ദേഹത്തിനെ ഇതിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല ആക്റ്റീവായിട്ടുള്ള, നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു സോൾജർ. പടത്തിൻ്റെ കഥ പറയുകയാണെങ്കിൽ പഞ്ചാബ് ലാൽറ്റു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജ്, ആ പഞ്ചാബിലെ ലാൽറ്റു വില്ലേജിലുള്ള 4 പേര് ഇവിടുന്ന് നാട്ടിൽ നിന്ന് രക്ഷപ്പെടാത്തതുകൊണ്ട് തന്നെ ലണ്ടൻ ഡ്രീം ചെയ്തിട്ട് ലണ്ടനിലേക്ക് പോകാൻ നോക്കുകയാണ്. അപ്പോൾ അവർക്ക് പല രീതിയിൽ അവർ വിസ സംഘടിപ്പിക്കാൻ വേണ്ടി നോക്കി. സ്റ്റുഡൻറ്റ് വിസ സംഘടിപ്പിക്കാൻ നോക്കി, IELTS എക്സാം എഴുതിയിട്ട് അവിടേക്ക് കയറാൻ നോക്കി. പക്ഷേ അവർക്ക് രക്ഷപ്പെടുന്നില്ല, അവർക്ക് കയറാൻ പറ്റില്ല. കാരണം അതിന് മാത്രം വിദ്യാഭ്യാസ വിവരമൊന്നുമില്ല. ലണ്ടനിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു ഭാവി ലക്ഷ്യം വെച്ചിട്ട് ഇവിടുത്തെ കടങ്ങളൊക്കെ വീട്ടാം, ഇവിടുത്തെ നഷ്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ, ബാങ്ക് ലോണുകളൊക്കെ തിരിച്ചടക്കാം. അതേപോലെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ജപ്തിയുടെ വക്കിലെത്തിയിരിക്കുന്ന വീട് തിരിച്ചെടുക്കുക എന്നുള്ള ആഗ്രഹത്തോടെയാണ്. അങ്ങനെ പല ആൾക്കാർക്കും പല ആഗ്രഹങ്ങളാണ്. അതിൽ ഒരാളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വിക്കി കൗശലാണ്. അയാളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അയാളുടെ ലവറെ കാണാൻ പോകുക എന്നുള്ളതാണ്. അതായത് അയാളുടെ മങ്കിതർ, അയാളുടെ ഫിയാൻസിനെ കാണാൻ പോകുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ എയിമാണുള്ളത്. എങ്ങനെയെങ്കിലും അവർക്ക് ലണ്ടനിൽ എത്തിയേ പറ്റൂ, അവിടെ പോയിട്ട് കാശ് ഉണ്ടാക്കിയേ പറ്റൂ, അവിടെ സെറ്റിൽ ചെയ്തേ പറ്റൂ. അപ്പോൾ നേരെ വഴിയിലൂടെ അവർ പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വളഞ്ഞ വഴിയിലൂടെ അവർ പോകാൻ നോക്കുകയാണ്. ഈ ഡോങ്കി ഫ്ലൈറ്റ്, അതായത് ഇല്ലീഗൽ ഇമിഗ്രേഷൻ. അതിന് ഷാറൂഖ് ഖാൻ ഒരു സോൾജിയറാണ്. ഷാറൂഖ് ഖാൻ്റെ സഹായം തേടുകയാണ് അവർ. ഷാറൂഖ് ഖാൻ അവരോട് പ്രോമിസ് ചെയ്യാണ് നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അവിടേക്ക് എത്തിക്കും എന്നുള്ളത്. അപ്പോൾ അതിന് ഉണ്ടാവുന്ന ഹഡിൽസ്, അതിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതിലുണ്ടാവുന്ന ഓരോരുത്തർ അട്രീഷൻസ്, അതായത് കൊഴിഞ്ഞു പോക്ക്. ഇതിൽ യാത്രയിൽ തുടങ്ങുന്ന ആൾക്കാരിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അവിടെ എത്തിച്ചേരും ലണ്ടനിൽ. അപ്പോൾ അതിനകത്ത് ഉണ്ടാവുന്ന ഓരോരോ പ്രയാസങ്ങൾ, അതിനെങ്ങനെ അവർ തരണം ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു പനോരമ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ വിശ്വസനീയമാവുന്ന രീതിയിൽ തന്നെ അത് എടുത്തു വെച്ചിട്ടുണ്ട്. പഴയ കാലഘട്ടമൊക്കെയാണ് കാണിക്കുന്നത്, പക്ഷേ എടുത്തുക്കുന്ന രീതി ബെസ്റ്റാണ്. പാട്ടുകളൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു. പ്രീതത്തിൻ്റെയാണ് മ്യൂസിക്. നല്ല രീതിയിൽ തന്നെ മ്യൂസിക് വർക്ക് ചെയ്യാൻ കഴിയുന്ന ആളാണ് പ്രീതം എന്നുള്ളത് വീണ്ടും അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു. രാജ്കുമാർ ഹിരാനിയുടെ പടങ്ങൾ പറയുകയാണെങ്കിൽ പണ്ടത്തെ മുന്നാബായി MBBS, ലഗരഹോ മുന്നാബായി, പിന്നെ 3 ഇഡിയറ്റ്സ്, സഞ്ജു, അങ്ങനെ എല്ലാ പടങ്ങളും ഒന്നിനൊന്നും മികച്ച രീതിയിലാണ് അദ്ദേഹം പടം എടുത്തു വെക്കുക. അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർ എക്സലൻ്റാണ്. അത് വേറെ രീതിയിൽ ഉള്ള ഒരു ബോളിവുഡിലെ തട്ടിക്കൂട്ട് ഫിലിമുകളോ മാസ് മസാല ഫിലിമുകളോ ഒന്നല്ല അദ്ദേഹം എടുക്കുക. നമ്മുടെ മനസ്സിനെ അത്രക്കും ഹോണ്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇമോഷൻ സീൻസുകൾ മിക്സ് ചെയ്തിട്ട് എന്നാൽ അധികം മെഴുകാത്ത രീതിയിലുള്ള നല്ല രീതിയിൽ നമ്മളെ പടത്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സീനുകൾ മിക്സപ്പ് ചെയ്തിട്ടാണ് അദ്ദേഹം പടം എടുക്കുക. ഒട്ടും വലിച്ചു നീട്ടലില്ല, ഒട്ടും ലാഗില്ല. കോമഡിക്കൊക്കെ അത്രക്കും പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് പടം അതിനകത്ത് ഓരോ സീനുകളും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഇവർ IELTS ക്ലാസ്സിന് വേണ്ടിയിട്ട് പോകുന്ന സീനുകളുണ്ട്. അതിനകത്ത് ക്ലാസ് എടുക്കുന്ന ടീച്ചർ എന്ന് പറഞ്ഞാൽ ബോമൻ ഇറാനിയാണ്. ബോമൻ ഇറാനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുന്നാബായി MBBS-ലും ലഹോ മുന്നാബായിലും ഉണ്ടായിരുന്ന വില്ലൻ. അദ്ദേഹം ഇതിനകത്ത് അതിലൊരു ക്ലാസ് ടീച്ചറായിട്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നല്ല രസമാണ്. അദ്ദേഹത്തിനായിട്ടുള്ള ഇവരുടെ കോംബോ സീനുകൾ, ഷാറൂഖ് ഖാൻ്റെ കോംബോ സീനുകൾ, വിക്കി കൗശലിൻ്റെ കോംബോ സീനുകൾ, തപ്സി പന്നു അവരാണ് ഹീറോയിൻ, അവരുടെ കോംബോ സീനുകളൊക്കെ
ഒന്നിനൊന്ന് മികച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. കോമഡിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് വാരി വിതറിയിട്ട് തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കുന്ന രീതിയിലുള്ളത്. അതായത് ചെറിയ ലെവലിൽ കോമഡി തുടങ്ങി വന്ന് ഈ IELTS ഇൻ്റർവ്യൂവിന് പോകുന്നൊരു സീനുണ്ട്. അതിനകത്ത് ഇവർ എങ്ങനെയെങ്കിലും ലണ്ടനിലേക്ക് പോകാനുള്ള അവരുടെ ഒരു ആഗ്രഹം അത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ കോമ്പിറ്റൻ്റ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവർ ഇംഗ്ലീഷ് പറയുന്ന കുറച്ച് സീനുകളുണ്ട്. അത് ഈ ലെവലിലാണ് പടം പോകുന്നതെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂവിലുള്ള ഒരു 10 മിനിറ്റ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈറ്റിൽ ഈ ലെവലിലേക്കാണ് പടം നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അത്രക്കും നല്ല രീതിയിൽ തന്നെ കോമഡി അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കോമഡി ചെന്ന് അവസാനിക്കുന്നത് കുറച്ച് വിഷമത്തിലും സങ്കടത്തിലും ഒക്കെയാണ്. അത് വളരെയധികം നമുക്ക് ഇമോഷണലി കണക്റ്റ് ആവും. ഭയങ്കര വിഷമവും സങ്കടം വരുന്ന ആ സീന്. പക്ഷേ അത് വലിച്ചു നീട്ടാതെ പെട്ടെന്ന് തന്നെ എൻഡ് ചെയ്തിട്ട് അടുത്ത സീനിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇൻ്റർവെല്ലിൽ അവിടെ തുടങ്ങുന്നു. ഇൻ്റർവെല്ലിന് ശേഷം വേറെ രീതിയിലേക്ക് നല്ല രീതിയിൽ പടം കൊണ്ട് ചെല്ലാനും ഇവർക്ക് കഴിയുന്നു. അതായത് പടത്തിൽ ഒട്ടും ലാഗ് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള വീണ്ടും എടുത്തു പറയേണ്ട കാര്യം. പടത്തിൽ ഫസ്റ്റ് ഹാഫ് മൊത്തം കോമഡിക്ക് പ്രാധാന്യം കൊടുത്തിട്ട് കോമഡി തന്നെയാണ് ഇതിൻ്റെ മെയിൻ എന്നുള്ളത് വിളിച്ചോതുന്ന രീതിയിൽ ചെറിയ കാര്യങ്ങൾ വരെ അതിൽ മാക്സിമം കോമഡി കുത്തി നിറച്ച്, പക്ഷേ നല്ല രീതിയിൽ സിറ്റുവേഷൻ കോമഡിയൊക്കെ വെച്ചിട്ട് അവർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് മുതൽ അവരുടെ അഡ്വഞ്ചറസ് ജേണിയാണ് ആരംഭിക്കുന്നത്. അതായത് ഈ ഡുങ്കി ഫ്ലൈറ്റ്, അതാ ഡുങ്കി അതായത് ഈ എന്താ പറയുക, ഇല്ലീഗൽ ഇമിഗ്രേഷൻ നടക്കുന്നത്. ഈ ഇല്ലീഗൽ ഇമിഗ്രേഷനിൽ ഇവരിൽ കൂടെ പുറപ്പെടുന്ന 7 പേരിൽ 3 പേര് മരണപ്പെടുന്നു. ബാക്കി 4 പേര് എങ്ങനെയൊക്കെ കഷ്ടിച്ച് ബുദ്ധിമുട്ടി വളരെയധികം യാതനകളും പ്രയാസങ്ങളും അനുഭവിച്ചു. പക്ഷേ അത് കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടും എന്നാൽ കുറച്ച് സെൻറ്റിമെൻറ്റ്സ് കാണിച്ചിട്ടും എന്തൊക്കെയാണ് നമ്മളെ നാട് വിട്ടിട്ട് വേറെ രാജ്യത്തേക്ക് പോയാൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഹഡിൽസുകൾ എന്നുള്ളത്, വിഷമകരമായിട്ടുള്ള അവസ്ഥകളെ നല്ല രീതിയിൽ തന്നെ പോർട്രേ ചെയ്യാനും ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഭയങ്കര വിഷമം തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് വിസയിൽ ഈ അബ്രോഡ് പോയി പഠിക്കുക, കാനഡ, UK, ജർമ്മനി പോയി പഠിക്കുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളെ നാട്ടിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി വേണ്ടത്ര രീതിയിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ അതിൻ്റെ വരായിക ഒരു നാൾ നമ്മൾ നാട്ടിൽ തന്നെ തിരിച്ചു വരേണ്ടി വരും എന്നുള്ള റിയാലിറ്റി, അതിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് പക്ഷേ രസകരമായിട്ടും നല്ല രീതിയിൽ നമ്മളെ മനസ്സിലേക്ക് കുത്തി നിറക്കാനും രാജ്കുമാർ ഹിരാനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. പല ആൾക്കാരും ഇങ്ങനത്തെ പടങ്ങളൊക്കെ എടുക്കുമ്പോൾ ദേശസ്നേഹം വാരി വിതറി അങ്ങോട്ട് മെഴുകി വല്ലാത്ത രീതിയിലേക്ക് ആക്കും, അത് നമുക്ക് ചടപ്പിക്കുന്ന രീതിയിലാക്കുമെങ്കിൽ ഇത് പതുക്കെ സ്ലോലി അങ്ങനെ കണക്ട് ചെയ്ത് അതേ എന്താണോ നമ്മളോട് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ദേശസ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ത്യയിലേക്ക് മടങ്ങി വരേണ്ട ആവശ്യകത എന്താണ്, എന്തുകൊണ്ട് ഇവിടെ നാട്ടിൽ തന്നെ വന്നിട്ട് മരണപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു, അവിടെ വിദേശ രാജ്യത്ത് മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതൊക്കെ വളരെ രസകരമായിട്ട്, പക്ഷേ അത് നമ്മുടെ ഇമോഷണലി വളരെയധികം കണക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്ത് വെക്കാനായിട്ട് രാജ്കുമാർ ഹിരാനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഷാറൂഖ് ഖാൻ ആ 3 ഫേസിൽ, ചെറുപ്പക്കാരനായിട്ട് 30s, ഒരു 35 years ഓൾഡ് ആയിട്ടുള്ള ഒരാളായിട്ട്, അതേപോലെ തന്നെ ഒരു 60, 60s, അങ്ങനെ പല ഏജ് ഗ്രൂപ്പിൽ കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ മേക്ക് ഓവർ കിടലിനാണ്. നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ബോഡി അതിനകത്ത് ട്രാൻസ്ഫോർമേഷൻ സീനുകൾ നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അടുത്തത് തപ്സി പന്നുവിൻ്റെ അഭിനയം മികച്ച രീതിയിലായിട്ടാണ് എനിക്ക് തോന്നി. ബോമൻ ഇറാനിയുടെ അഭിനയം. പിന്നെ എടുത്തു പറയേണ്ടത് ഈ സ്പെഷ്യൽ അപ്പിയറൻസിൽ വരുന്ന വിക്കി കൗശലിൻ്റെ പെർഫോമൻസ്. വിക്കി കൗശൽ നമുക്കറിയാം, ഉറിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിനയം നമ്മൾ കണ്ട നാഷണൽ അവാർഡ് വിന്നറാണ്. അദ്ദേഹം ഈ ഒരു പടത്തിൽ ഇത്ര കുറഞ്ഞൊരു സീന് മാത്രം അഭിനയിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. ഇതിന് വളരെ നായകനായിട്ട് ഇപ്പോൾ നിൽക്കുന്ന ആൾ, നല്ല രീതിയിൽ തിളങ്ങി നിൽക്കുന്ന ഒരാൾ ഈ രാജ്കുമാർ ഹിരാനിയുടെ പടത്തിലാണ് അഭിനയിക്കുന്നതെങ്കിൽ കൂടെയും ഒരു ഷാറൂഖ് ഖാൻ പടം, ഒരു SRK പടത്തിൽ ഇങ്ങനെ ചെറിയൊരു റോൾ എന്തിനു ചെയ്യണം, ഇത്ര കുറച്ച് മാത്രം മുഖം കാണിക്കുന്ന രീതിയിലുള്ള ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് എങ്ങനെ അഭിനയിക്കണം എന്നുള്ളത് തോന്നിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവെല്ലിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു സീനുണ്ട്. ഒരു ടെലിഫോൺ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു അതെന്താണെന്നുള്ളത് പറയുന്നില്ല, ആ സീനിൽ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കണത് എക്സലൻ്റ് ആണ്. അത്രക്കും മികച്ച രീതിയിൽ തന്നെ വിക്കി കൗശൽ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ആ ഒരു ക്യാരക്ടറിന് അത്രക്കും നല്ല രീതിയിൽ തന്നെ ഇൻവോൾവ് ആയിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നല്ല രീതിയിൽ ഇമോഷണലി കണക്ട് ചെയ്യാൻ കഴിയുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമഡി പാക്ഡ് ആണ്. അതേപോലെ തന്നെ ഇതിനകത്ത് ആക്ഷൻ ഉണ്ട്, നല്ല രീതിയിൽ തന്നെ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ഫാമിലി ഇമോഷൻസിനെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ടൈമുണ്ട്, എൻജോയ് ചെയ്യണം. ഒരു SRK മൂവി കാണണം. അതേപോലെ രാജ്കുമാർ ഹിരാനിയുടെ ഒരു മൂവികളുടെയൊക്കെ ഒരു ഫാനാണ് നിങ്ങളെങ്കിൽ, ഇതുപോലെ വെച്ചാൽ ഇപ്പോൾ സഞ്ജു ആണ് ശരി, PK എന്ന് പറഞ്ഞ മൂവി പണ്ട് ഇറങ്ങിയിട്ടുള്ള, അതേപോലെ തന്നെ ഈ മുന്നബായി MBBS, ലഗാരോഹം മുന്നബായി, 3 Idiots, ഇങ്ങനത്തെ സൂപ്പർ ഹിറ്റ് പടങ്ങൾ അത് നിങ്ങൾക്ക് വീണ്ടും TV വന്നാലും കാണാൻ ആഗ്രഹിക്കുന്ന ടൈപ്പ് ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു പടം നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് കണ്ടാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഇതൊരു
മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവി തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അത്രക്കും വലിയ പാനോരാമയിൽ അത് ഷൂട്ട് ചെയ്തിരിക്കണം. തട്ടിക്കൂട്ട് കാര്യങ്ങളൊന്നല്ല ഇവർ ചെയ്തിരിക്കണം. VFX ആണെങ്കിലും ബാക്കിയൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ല കുറേ പെർഫോമൻസുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. സെൻറ്റിമെൻറ്റ്സ് വിതറി മെഴുകാതെ പെട്ടെന്ന് പറഞ്ഞ് തീർക്കുക ചെയ്തിരിക്കുന്നത്. സെൻറ്റിമെൻറ്റ്സ് അവസാനിക്കുന്നതോടെ തന്നെ അടുത്ത കോമഡി അല്ലെങ്കിൽ അടുത്ത സീനുകൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അവർക്ക് ചെയ്തു വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ രാജ്കുമാർ ഹിറാനിയുടെ ഒരു ഫാനാണ്, SRKയുടെ ഫാനാണ്. നല്ല ഒരു മൂവി, നല്ല ഒരു കോമഡി മൂവി. കുറേ കാലത്തിന് ശേഷമാണ് ഇത്രയും എൻജോയ് ചെയ്ത രീതിയിലുള്ള നല്ലൊരു കോമഡി മൂവി അതും ബോളിവുഡിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു മൂവി നിങ്ങൾ കാണാൻ ഇത്രക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ ഒരു വെക്കേഷൻ പീരീഡിൽ പോയി കാണുക, എൻജോയ് ചെയ്യുക. ഒരു 8.5 ഔട്ട് ഓഫ് 10 ആണ് ഞാൻ അതിന് കൊടുക്കുന്ന സ്കോർ.